ഹായ് കൂട്ടുകാരെ, കിഡീസ് മലയാളം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാർക്ക് എല്ലാം സുഖമാണോ? അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ എന്താ പഠിക്കുക? റാ വരയ്ക്കാനാട്ടോ പഠിക്കുന്നത്. നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ? കൂട്ടുകാരെ, ആദ്യത്തെ അക്ഷരം ഏതാ പഠിക്കുന്നത്? റായാണ് കേട്ടോ. നമ്മൾ റാ പഠിച്ചിട്ടാണ് ബാക്കി അക്ഷരങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ എങ്ങനെയാ റാ എഴുതുന്നതെന്ന്. എൻ്റെ ഒപ്പം വായോ. വേഗം ഒരു പെൻസിലും ബുക്കൊക്കെ എടുത്തിട്ട് വാ കേട്ടോ. എഴുതാം നമുക്ക്. റെഡിയാണോ? ഓക്കേ, നോക്കിക്കോട്ടോ. ഇവിടെ താഴേന്ന് തുടങ്ങി ഇങ്ങനെ പതിയെ കൊണ്ടുവരണം കേട്ടോ. നോക്കിയേ, ഇവിടെ വരെ കൊണ്ടുവന്ന് നമ്മൾ നിർത്തിയിട്ട് ഇങ്ങോട്ട് വളച്ച് ചെറുതായിട്ട് വളച്ച് ഈ റായുടെ താഴെയില്ലേ അവിടെ വരെ കൊണ്ടുവരണം കേട്ടോ. കണ്ടോ? ഇങ്ങനെയാ റാ എഴുതുന്നേ. അറിയോ കൂട്ടുകാർക്ക്? ഒന്നുകൂടെ നോക്കിയാലോ. ഇവിടുന്ന് താഴേന്ന് പതിയെ 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 ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് നിർത്തണം. എന്നിട്ട് ഇങ്ങോട്ട് വളച്ച് വീണ്ടും ഈ വരയുടെ അവിടെ വരെ കൊണ്ടുവന്നു കേട്ടോ. ശരിയായോ? എഴുതിയിട്ട് ശരിയായോ നിങ്ങൾ? ഇതാണ് കേട്ടോ, റായാണ്. റാ വെച്ചിട്ടൊരു വാക്കറിയാവോ? നമ്മൾ പറ എന്ന് എഴുതില്ലേ? തറ, പറ, അതൊക്കെ എഴുതുമ്പോഴത്തേക്കും ഈ റായ ആട്ടോ എഴുതുന്നേ. മനസ്സിലായോ കൂട്ടുകാർക്ക്? എഴുതിയതൊക്കെ ഒന്ന് കാണിച്ചേ. എല്ലാവരും ഒന്ന് കാണിച്ചേ. ശരിയാണോ എന്ന് നോക്കട്ടെ. ശരിയാണ് കേട്ടോ. പഠിച്ചോറാ? ഒന്നുകൂടെ എഴുതി കാണിക്കണോ? ഒന്നുകൂടെ കാണിക്കാം. നോക്കിയിരിക്കേ, ശ്രദ്ധിച്ചിരിക്കണേ. ഇവിടുന്ന് താഴേന്ന് തൊട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വളച്ച് വീണ്ടും ഈ വരയുടെ ഇവിടെ വരെ കൊണ്ടുവന്ന് മുട്ടിക്കണം. ശരിയായോ? ഇങ്ങനെയാണ് റാ എഴുതുന്നത്. പഠിച്ചോ കൂട്ടുകാര്? ഓക്കെ, 2-3 കൂടെ എഴുതി കാണിക്കാം കേട്ടോ. താഴെ താഴെ എഴുതണേ. ബുക്കിൽ എഴുതുവോ? ഓക്കെ, നോക്കിയിരിക്കുക. താഴേന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് പതിയെ 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 ഇങ്ങോട്ട് വളച്ച് ഇവിടം വരെ മുട്ടിക്കണം. ശരിയായോ? തെറ്റിപ്പോയോ? അയ്യോ, സാരയില്ല, നമുക്ക് നോക്കാം കേട്ടോ. അടുത്ത എഴുതുമ്പോഴത്തേക്കും ടീച്ചർ എഴുതുമ്പോൾ അതിൻ്റെ ഒപ്പം എഴുതിക്കേ. അപ്പം ശരിയാവും. ഓക്കെ, എഴുതിക്കോ. താഴേന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് വളച്ച് വീണ്ടും താഴേക്ക് കൊണ്ടുവരണം. എന്തക്ഷരാ ഇത്? റാ. ശരിയായോ? ഓക്കെ, ഒന്നുകൂടെ എഴുതി കാണിക്കാം കേട്ടോ. ഇങ്ങനെ കൊണ്ടുവന്ന് പതിയെ ഇങ്ങോട്ട് വരയ്ക്കണം. ശരിയായില്ലേ? ഇതാണ് റാ. ഓക്കെ അല്ലേ? അടുത്ത അക്ഷരം പഠിച്ചാലോ? ശരിയായോ? ശരിയായില്ലെങ്കിൽ നമുക്ക് വീണ്ടും എഴുതാം. എഴുതണമെന്നോ? ഓക്കെ, എഴുതി കാണിക്കാം കേട്ടോ. താഴെ എഴുതി കാണാൻ പറ്റുമോ? എഴുതട്ടെ എവിടെ എന്നാ? ഓക്കെ, ഇങ്ങനെ താഴേന്ന് കൊണ്ടുവന്ന് പതിയെ 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 ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ വളച്ച് ഇവിടെ കൊണ്ട് മുട്ടിക്കണം. ഇപ്പം ശരിയായില്ലേ? ഇതാണ് റാ. ഓക്കെ അല്ലേ? എനിക്കറിയാം എൻ്റെ മക്കളെല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്ന് അല്ലേ? നമുക്ക് എഴുതാം കേട്ടോ. 2 കൂടി എഴുതാം. പതിയെ 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 ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വളച്ച് താഴേക്ക് മുട്ടിക്കണം. ശരിയായില്ലേ? ഈ വരെ ഒരുപോലെ നിൽക്കണം. മേലിൽ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ റെയിൻബോ ഇല്ലേ, അതുപോലെ വളഞ്ഞ് നിൽക്കണം. മനസ്സിലായോ? ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. നോക്കിയിരുന്നോ? ഇവിടുന്ന് ഇങ്ങനെ 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 കൊണ്ടുവന്ന് പതിയെ ഇങ്ങോട്ട് വളച്ചിട്ട് ഇവിടെ കൊണ്ടുവരണം. ശരിയായോ? ഓക്കെ, നമുക്ക് അടുത്ത അക്ഷരം പഠിച്ചാലോ? പഠിച്ചോ? അപ്പം ഇതെന്തക്ഷരാ ഇത്? റാ. റാ എഴുതിയതൊക്കെ ഒന്ന് കാണിച്ചേ, ഒന്ന് നോക്കട്ടെ ശരിയായോന്ന്. ശരിയായി 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 ശരിയായി. എല്ലാവരുടെയും ശരിയായി. സൂപ്പറായിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത അക്ഷരം പഠിച്ചാലോ? പോവാൻ നേരെ. ഓക്കെ, അപ്പം നമ്മൾ ഏതക്ഷരാ പഠിച്ചത്? റായാണല്ലേ. ഇനി അടുത്ത അക്ഷരം ഏതാ പഠിക്കാൻ പോകുന്നത്? റാ നന്നായിട്ട് പഠിച്ചു. റാ വച്ചിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? തറ, പറ അല്ലേ? ശരിയാണോ? നമ്മൾ എന്താ അടുത്ത അക്ഷരം പഠിക്കാൻ പോകുന്നത്? റാ.
റാ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പഠിക്കുന്ന രായാണ് കേട്ടോ. രാ എഴുതി നോക്കിയാലോ? വേഗം അടുത്ത പേജ് എടുക്ക്. അടുത്ത പേജ് എടുത്തിട്ട് നമുക്ക് എഴുതാം. ഞാൻ എഴുതുന്ന ഒപ്പം എഴുതണം കേട്ടോ. ഇങ്ങോട്ട് നോക്കിയിരിക്കേ. ഓക്കേ, നമ്മൾ റാ പഠിച്ചില്ലേടാ, അതുപോലെ തന്നെയാണ് കേട്ടോ എഴുതുന്നേ. താഴേന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ പതിയെ 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 കൊണ്ടുവന്ന് ഇങ്ങനെ വളച്ച് കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ നിർത്തി. ഇതെന്തക്ഷരായത്? ഇത് റായാണ്. ഓക്കേ, ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ചുറ്റിക്കെട്ടിടണം അല്ലേ? ഇതെന്തക്ഷരാണ്? രാ. രായാണ് കേട്ടോ ഇത്. രാ വെച്ചിട്ടുള്ളൊരു വാക്ക് പറയാവോ? എന്താണ്? വര. ഓക്കേ, വരയുണ്ടല്ലേ? വരാന്ന് എഴുതുമ്പോഴത്തേക്കും ഈ അക്ഷരം വരും, രാ. ഒന്നുകൂടെ എഴുതാം നമുക്ക്. എഴുതിക്കോട്ടെ. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. എന്നിട്ടില്ലേ നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. അപ്പം നന്നായിട്ട് എഴുതാൻ പറ്റൂലേ? ഓക്കെ അല്ലേ? ബാ എഴുതിക്കോ. ശ്രദ്ധിച്ചിരുന്നോ? പതിയെ 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 ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഒപ്പം കൊണ്ട് നിർത്തിയിട്ട് ഉള്ളിലേക്ക് ചുറ്റിക്കെട്ടിടും. ഇതെന്തക്ഷരാണ്? രാ. നമ്മൾ റാ എഴുതിയിട്ടില്ലേടാ, അതിൻ്റെ ഉള്ളിലേക്ക് ചുറ്റിക്കെട്ടിട്ടാൽ മാത്രം മതി. അപ്പം എന്താവും? റാ എന്താവും? രായാവും അല്ലേ? ഓക്കേ, ഇനി നമുക്ക് അടുത്ത ഒന്നുകൂടെ എഴുതി നോക്കിയാലോ? പതിയെ 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 ഇങ്ങനെ കൊണ്ടുവന്ന് പതിയെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒപ്പം നിർത്തിയല്ലേ? എന്നിട്ട് ഇനി എന്താ ചെയ്യാ? പറയ്. ഉള്ളിലേക്ക് ചുറ്റിക്കെട്ടിടണം. ഇങ്ങനെ ഉള്ളിലേക്ക് ചുറ്റിക്കെട്ടിട്ട് വയ്ക്കും. ഇതെന്തക്ഷരാ ഇത്? രാ. പഠിച്ചോ? റാ എഴുതാൻ പഠിച്ചോണ്ട് പെട്ടെന്ന് സിമ്പിളായിട്ട് എഴുതാല്ലേ നമുക്ക് രാ. ഇവിടെ നോക്കിയിരിക്കാം. കുറച്ചുകൂടെ എഴുതി കാണിക്കാം കേട്ടോ. പതിയെ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ 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 വളച്ച് കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ നിർത്തി. ഇനി എന്താ ചെയ്യാ? ഉള്ളിലേക്ക് ചുറ്റിക്കെട്ടിടൂല്ലേ? ഉള്ളിലേക്ക് ചുറ്റിക്കെട്ടിട്ടു. ഇപ്പൊ പഠിച്ചില്ലേ? ഇതെന്തക്ഷര? രാ. ശരിയാണ് കേട്ടോ. എഴുതിയത് എല്ലാവരും ഒന്ന് കാണിച്ചേ. ബുക്ക് ഇങ്ങോട്ട് തിരിച്ചേ. എല്ലാവരും ശരിയായിട്ട് എഴുതിയല്ലോ. സൂപ്പർ. ഇനി നമുക്ക് താഴെ ഒന്നുകൂടെ എഴുതി പഠിക്കാം. 2-3 പ്രാവശ്യം കൂടി കാണിച്ചു തരാം. അപ്പൊ പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ലേ? ഓക്കേ, നോക്കിയിരിക്കെ. വർത്താനം പറയാൻ പോവില്ലേ എൻ്റെ ഇടക്ക്? താഴേന്ന് ഇങ്ങനെ പതിയെ 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 ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വളച്ച് താഴെ മുട്ടിച്ചു അല്ലേ? ഇനി എന്താ ചെയ്യാ? ഉള്ളിലേക്ക് നമ്മൾ ചുറ്റിക്കെട്ടിട്ട് വയ്ക്കും. അപ്പം ഇതെന്തക്ഷരാവും? രാ. പറയ്. രാ. അത് തന്നെ. എഴുതാം നമുക്ക്. 2-3 എഴുതാം. ഓക്കെ ആണോ? ബുക്കിലേക്ക് എല്ലാവരും എഴുതിക്കോട്ടെ. ഇനി ഒപ്പം നോക്കിയേ. ഇവിടുന്ന് പതിയെ 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 ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ട് എന്താ ഇനി ചെയ്യുക? ഉള്ളിലേക്ക് ചുറ്റിക്കെട്ടിടും. ചുറ്റിക്കെട്ടിടുമ്പോൾ എന്താവും? രാ. പറഞ്ഞേ. രാ. ഓക്കേ, നല്ല കുട്ടികളാണല്ലോ. പെട്ടെന്ന് എഴുതുന്നൊക്കെ ഉണ്ടല്ലേ? കൊണ്ടുവന്ന് വളച്ചിവിടെ കൊണ്ടുവന്ന് മുട്ടി ഉള്ളിലേക്ക് വരയ്ക്കും. എന്തക്ഷരാണിത്? രാ. ശരിയാട്ടോ. ഒന്നുകൂടെ എഴുതാം നമുക്ക്. റെഡിയാണോ? എന്നാ വാ. പതിയെ ഇങ്ങനെ വരച്ച് താഴെ കൊണ്ടുവന്ന് ചുറ്റിക്കെട്ടിട്ടു. ഇതെന്തക്ഷരാണിത്? രാ. പഠിച്ചോ ഇപ്പൊ കൂട്ടുകാര്? പഠിച്ചോ നിങ്ങള്? പഠിച്ചല്ലേ? അപ്പൊ നമ്മൾ എത്ര അക്ഷരങ്ങൾ പഠിച്ചു? റാ പഠിച്ചു, രാ പഠിച്ചു. പഠിച്ചില്ലേ? എഴുതിയത് എല്ലാവരും ഒന്ന് കാണിച്ചേ. തിരിച്ചേ ബുക്ക് ഇങ്ങോട്ട് തിരിക്ക്. ശരിയാട്ടോ. ശരിയാ. എല്ലാവരും നന്നായിട്ട് ശരിയായിട്ട് എഴുതിയിരിക്കുന്നേ. ഓക്കേ, സൂപ്പറാണ്. എല്ലാവരും നല്ല മക്കളാണ്. അടുത്ത അക്ഷരം പഠിക്കാം നമുക്ക്. നമ്മൾ ഏതൊക്കെ പഠിച്ചടാ? ഇവിടെ മേലിൽ എഴുതി കാണിക്കട്ടെ. നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഇവിടെ എഴുതാം. അപ്പം നമുക്ക് നോക്കാമല്ലോ അത് കഴിഞ്ഞിട്ട്. ഓക്കെ, റാ പഠിച്ചില്ലേടാ നമ്മൾ. അടുത്ത എന്താ നമ്മൾ പഠിച്ചത്? രാ പഠിച്ചു. നമ്മൾ അടുത്ത അക്ഷരം എന്താ പഠിക്കാൻ പോകുന്നേ? അടുത്ത അക്ഷരം നമ്മൾ പഠിക്കാൻ പോകുന്നത് തായാണ് കേട്ടോ. താ പഠിക്കാൻ നമ്മൾ റായും രായും പഠിച്ചു കഴിഞ്ഞാൽ താ പഠിക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. ഒന്നുമില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ.
നമ്മളിങ്ങനെ രാ എഴുതിയില്ലേ, തൂക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റേ. അപ്പം നോക്കാം, നമുക്ക് അടുത്ത അക്ഷരം എന്താ നമ്മൾ പഠിക്കുന്നത്? തായാണ് കേട്ടോ. തായല്ലേ നമ്മൾ പഠിക്കുന്നേ. നോക്കാം നമുക്ക്. നമ്മൾ ഏതൊക്കെ വാക്കുകൾ അക്ഷരങ്ങൾ പഠിച്ചു? റാ പഠിച്ചു, രാ പഠിച്ചു. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന തായാണ്. കൂട്ടുകാർ ഇവിടെ നോക്കിയിരിക്കുക. ആദ്യം ഞാൻ എഴുതി കാണിച്ചു തരാം, അത് കഴിഞ്ഞിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, വാ. നമ്മളിങ്ങനെ താഴേന്ന് തുടങ്ങി ഇങ്ങനെ കൊണ്ടുവന്നടാ റാ. ഇത് എന്തക്ഷരാണിത്? ഇത് റായാണല്ലേ. റാ എഴുതിയ ശേഷം നമ്മളിനി എന്താ ചെയ്യുക? ഇങ്ങോട്ടുള്ളിലേക്ക് ചുറ്റിക്കെട്ടി ഇങ്ങനെ ഇടൂലടാ. ഇതെന്താ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുന്നത്? രാ. ഇപ്പം നമ്മൾ എഴുതാൻ പോകുന്ന അക്ഷരം ഏതാണ്? തായാണ്. ഇപ്പം നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയില്ലേ? ഇതെന്താ ഇത്? ഇത് രായല്ലേടാ, നോക്കിയേ. ഇത് രായാണ്. ഇനി നമ്മൾ ഇങ്ങോട്ടിങ്ങനെ എഴുതി 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 ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. ഇപ്പം എന്താ? ഇപ്പം നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ എന്താ തോന്നുക? 2 റാ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ നടുക്ക് ഒരു വട്ടപ്പൂജ ഇട്ടിട്ടുണ്ട് അല്ലേ. ഈ അക്ഷരം എന്താണ്? തായാണ്. തത്താന്നൊക്കെ നമ്മൾ എഴുതില്ലേടാ? അതാണ് കേട്ടോ, താ. ഒന്നുകൂടെ എഴുതി കാണിക്കട്ടെ. മനസ്സിലായോ കൂട്ടുകാർക്ക്? നമ്മൾ റാ എഴുതി പതിയെ 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 ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി. ഓക്കെ ആണോ? ഒരു കാര്യം ചെയ്തേ, നോട്ട്ബുക്കിലേക്ക് പതിയെ എഴുതി തുടങ്ങിയേ. ഇത്ര എഴുത്, റാ വരെ എഴുതിയോ? ഓക്കെ. റാ വരെ എഴുതിയിട്ട് ഇങ്ങോട്ട് പതുക്കെ കൊണ്ടുവരണേ. കണ്ടോ? ഇതെന്തക്ഷരം? ഇത് രാ അല്ലേ. ഇവിടെ വരെ കൊണ്ടുവന്നോ നിങ്ങൾ? കൊണ്ടുവന്നോ? ഓക്കെ. ഇനി നമുക്ക് ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യുക? ഇങ്ങോട്ട് വരക്കണോ അല്ലേ? ഈ വര നിൽക്കണില്ലേടാ, അതിൻ്റെ അവിടെ തന്നെ സ്റ്റോപ്പ് ആക്കണം. മനസ്സിലായോ? എന്താ ഇത്? താ. താന്ന് പറയുന്ന വാക്ക് പറഞ്ഞില്ലേ നമ്മൾ? തത്ത അല്ലേ? ഓക്കെ. നമുക്കിനി 2-3 കൂടെ എഴുതാം. അപ്പോൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ലേ? എഴുതാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? പറ്റുന്നുണ്ടോ? ഓക്കെ, നോക്കിയിരിക്കേ. പതിയെ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ 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 കൊണ്ടുവന്ന് നമ്മളിവിടെ നിർത്തി. എന്തക്ഷരാണിപ്പോൾ ഇത്? റാ. ഇനി നമ്മൾ റായുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുവാണേ. ഇതിപ്പോൾ എന്തക്ഷരാണ്? രാ. രായാണിതിപ്പോൾ അല്ലേ? രായല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങോട്ട് വീണ്ടും വരയ്ക്കുവാണേ. ഇതെന്തക്ഷരായി ഇപ്പോൾ? താ. പഠിച്ചോ കൂട്ടുകാര്? മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? മനസ്സിലാവണില്ലെങ്കിൽ പറഞ്ഞോ, എത്ര പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞു തരാം. നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, സൂപ്പറായിട്ടുണ്ടേ. ഓക്കെ, അടുത്ത് എഴുതാം. നമുക്ക് 2-3 പ്രാവശ്യം കൂടി എഴുതാം. നിങ്ങൾ പഠിക്കുന്നവരെ ഞാൻ എഴുതി കാണിച്ചു തരാം. നോക്കിയിരുന്നോ? അപ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ 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 കൊണ്ടുവന്നു ഇവിടെ നിർത്തിയില്ലേ? നോക്കിയേ. ഇതെന്തക്ഷരാ ഇത്? എന്തക്ഷരാ ഇത്? പറഞ്ഞേ, എന്തക്ഷരാണ്? റാ. റായല്ലേ ഇത്? റായാണ്. റായുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ചുറ്റിക്കെട്ടിട്ടിട്ടിട്ട് ഇവിടെ വരെ കൊണ്ടുവരും. ഇതെന്തക്ഷരാണിത്? ഇത് രാ. രാ. അത് തന്നെ. ഇനി നമ്മളിതിൻ്റെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് താഴെ വരെ മുട്ടിക്കും. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എഴുതാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ പറഞ്ഞോ ഇങ്ങോട്ട്. ശരി ശരി, സൂപ്പറായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. എഴുതാം നമുക്ക്. 2-3 കൂടെ എഴുതാം. ഓക്കെ. റാ എഴുതി പതിയെ 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 ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി. അത്രയും കറക്റ്റ് അല്ലേ? ഇതെന്തക്ഷരാണ്? റാ. റായുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ചുറ്റിക്കെട്ടിയിടുമ്പോൾ ഇതെന്തക്ഷരായി? രാ. രായുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുമ്പോഴത്തേക്കും ഇതെന്തക്ഷരായി? താ. ശരിയല്ലേ? മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? എഴുതിയെന്നോ? ഓക്കെ. ഒരെണ്ണം കൂടി എഴുതാം നമുക്ക്. ഒരെണ്ണം കൂടി എഴുതി പഠിച്ചാലോ? അടുത്ത എഴുതാം നമുക്ക്. അടുത്ത താ എഴുതുന്നത് എങ്ങനെയാണ്?
റാ എഴുതി റായുടെ ഉള്ളിലേക്ക് ചുറ്റിക്കെട്ടിട്ട് പുറത്തേക്ക് എഴുതി. ഇതെന്തക്ഷരാണ്? താ. പഠിച്ചോ? അപ്പൊ നമ്മൾ എത്ര അക്ഷരങ്ങൾ പഠിച്ചു? റാ എഴുതാൻ പഠിച്ചു, രാ എഴുതാൻ പഠിച്ചു. അടുത്ത എന്താ നമ്മൾ പഠിച്ചത്? താ. താ എഴുതാൻ പഠിച്ചല്ലേ? കൂട്ടുകാർ പഠിച്ചില്ലേ ഒപ്പം? ഓക്കെ, നമുക്ക് അടുത്ത അക്ഷരം പഠിച്ചാലോ? ഇത് വെച്ചിട്ടുള്ള ഓരോ വാക്കുകളിലൂടെ പറയട്ടെ. റാ വെച്ചിട്ട് എന്താണ്? പറ. റാ വെച്ചിട്ട് എന്താണ്? പറ. പ റാ, പറ. രാ വെച്ചിട്ടുള്ള ഒരു വാക്ക് എന്താണ്? വര. വ രാ. താ വെച്ചിട്ടുള്ള ഒരു വാക്ക് എന്താണ്? തത്ത. തത്ത അല്ലേ? കറക്റ്റ് അല്ലേ? നോക്കിയിരിക്കൂ. റാ വെച്ചിട്ട് എന്താണ്? പറ. രാ വെച്ചിട്ട് വര. താ വെച്ചിട്ട് തത്ത. അത് നമുക്ക് പിന്നെ എഴുതാൻ പഠിക്കാം കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. അത് നമുക്ക് പിന്നെ എഴുതാൻ പഠിക്കാം. നമ്മളിപ്പോൾ ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു? റാ പഠിച്ചു, രാ പഠിച്ചു, താ പഠിച്ചു. ഇനി അടുത്ത അക്ഷരം എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്? കൂട്ടുകാർക്ക് അറിയോ? സിമ്പിളായിട്ടുള്ള ഒരു അക്ഷരമാണ്. നായാണല്ലേ? ഓക്കെ, നമുക്കിത് തൂക്കാം. തൂത്തിട്ട് നായും കൂടെ പഠിക്കാം. അപ്പം നമ്മൾ അടുത്ത അക്ഷരം ഏതാ പഠിക്കുന്നത്? നായാണ്. നാ എങ്ങനെ എഴുതുന്നത് നോക്കാം നമുക്ക്. കൂട്ടുകാർ ആദ്യം ഇവിടെ നോക്കിയിരിക്കണേ. നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോട്ട്ബുക്കിലേക്ക് എഴുതാം കേട്ടോ. ബാ എഴുതാം നമുക്ക്. എങ്ങനെ എഴുതുന്നേ? നാ എഴുതുന്നത് എങ്ങനെയാ? ഇതെന്തക്ഷരാടാ? ഇതെന്തക്ഷരാണ്? റാ. അത് തന്നെ. ഈ റായ ഉണ്ടല്ലോ, റാ എഴുതാൻ പഠിച്ചല്ലോ ഇപ്പം നമ്മൾ. ഇവിടുന്ന് താഴേന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ 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 ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. ഇനി ഇവിടെ നിന്ന് തന്നെ നേരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു റായും കൂടി എഴുതും നമ്മൾ. ഇതെന്താണ്? ഇത് നായാണേ. 2 റായല്ലേടാ ഇങ്ങനെ അടുപ്പിച്ച് എഴുതുന്നുണ്ടല്ലോ, അപ്പോഴാണ് നായാവുന്നത്. നാ വെച്ചിട്ട് ഒരു വാക്ക് പറയാവോ കൂട്ടുകാർക്ക്? നാ വെച്ചിട്ടൊരു വാക്ക് അറിയില്ല? നാ വെച്ചിട്ടൊരു വാക്ക് പറയട്ടെ. നാരങ്ങ. നാരങ്ങയില്ലേ? പുളിയില്ല, നമ്മൾ വെള്ളത്തിലൊക്കെ കലക്കി കുടിക്കില്ലേ സാധനം. ആ സാധനത്തിന്റെ ഫ്രണ്ടിലത്തെ അക്ഷരാണ് നാ അല്ലേ? അപ്പോ നാ എഴുതുന്നത് എങ്ങനെയാടാ? നാരങ്ങ. നാരങ്ങ. ഇതിപ്പോൾ എഴുതാൻ പഠിക്കണ്ട കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം എഴുതിയെന്നേ ഉള്ളൂ. അത് നമുക്ക് പിന്നെ പഠിക്കാം കേട്ടോ. അപ്പം എന്താ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നായാണല്ലേ? എഴുതാം നമുക്ക്. എഴുതാം നമുക്ക് നായപ്പോ. റാ എഴുതി നിർത്തിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? റായുടെ ഇവിടെ നിന്ന് ഇങ്ങനെ മേലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ എഴുതുമല്ലേ? ഇതെന്തക്ഷരാണിത്? നാ. ഇപ്പം അതേ ബുക്ക് എടുക്കോ? ബുക്കിലേക്ക് എഴുതാൻ പറ്റുമോ നിങ്ങൾക്ക്? എടുത്തോട്ടോ. റാ എഴുതി, എൻ്റെ ഒപ്പം എഴുതിക്കോ. റാ എഴുതി എന്താ ചെയ്യുക? ഇതിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ വരച്ച് ഇങ്ങോട്ടൊരു നായും കൂടെ എഴുതുമല്ലേ? ഇപ്പം എന്തക്ഷരായി? നാ. ശരിയാവുന്നുണ്ടോ? കറക്റ്റാണേ. കറക്റ്റാണ്. ഓക്കെ, താഴെ എഴുതട്ടെ. ഇനി 2-3 കൂടെ എഴുതട്ടെ. സിമ്പിളാണല്ലേ ഇത്? നമ്മൾ റാ എഴുതാൻ പഠിച്ചല്ലോ ഓൾറെഡി. അപ്പം 2 റാ അടുപ്പിച്ച് എഴുതിയാൽ മതി. അത്രയേ ഉള്ളൂ കാര്യം അല്ലേ? എല്ലാവർക്കും എഴുതാൻ പറ്റുന്നുണ്ടല്ലോ, ശരിയായിട്ട് എഴുതണുണ്ടല്ലോ. റാ എഴുതി. അയ്യോ, ഇങ്ങനെ ശരിയായില്ലേ? ഇങ്ങനെയാണ് എഴുതണേ അല്ലേ? 2 റാ ഇങ്ങനെ അടുപ്പിച്ചെഴുതുന്നതാണ്. എന്തക്ഷരാണിത്? നാ. ഇത് ഞാൻ അധികം എഴുതി കാണിക്കേണ്ട ആവശ്യമില്ലോ, എല്ലാവരും കറക്റ്റ് ആക്കിയല്ലോ. നമ്മൾ റാ പഠിച്ചുകൊണ്ടാടാ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നേ. കണ്ടോ? റാ എഴുതി. നാ വെച്ചിട്ട് വാക്ക് എന്താണ്?
നാരങ്ങ. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ എത്ര വാക്കുകൾ പഠിച്ചു? റാ പഠിച്ചു. ഏതാ? റാ പഠിച്ചു, രാ പഠിച്ചു, താ പഠിച്ചു, നാ പഠിച്ചു. എത്ര വാക്കുകൾ പഠിച്ചു? 4 വാക്കുകൾ. 4 വാക്കല്ല കേട്ടോ, അക്ഷരങ്ങള്. റാ, രാ, താ, ന. 4 അക്ഷരങ്ങളാണ് കൂട്ടുകാർ പഠിച്ചത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എന്നെ എഴുതി കാണിക്കോ? ആ, നല്ല കൂട്ടുകാരാണ്. നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം നമുക്ക്. ഓക്കെ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ.